everyone, welcome to GeoIS. GeoIS has launched PCM batch targeting Civil Service Examination 2027 only for ₹1,000 per month. So join now for quality classes at affordable rates. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുവാണെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും 14 ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചിട്ടുണ്ട്. അത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആ മാർക്സ് എടുക്കാവുന്നതേ ഉള്ളൂ. കാര്യം കറക്റ്റായിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കാം. വാരി വലിച്ച് കറണ്ട് അഫയേഴ്സ് കാട് കയറി പഠിക്കാതെ അനലൈസ് ഓർ PYQs ഫസ്റ്റ്. ആദ്യം PYQ നോക്കുക. സ്റ്റാറ്റിക് ഏരിയയിൽ എവിടെ നിന്നാണ് കൂടുതലും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നോക്കുക. ആ സ്റ്റാറ്റിക് ഏരിയ പഠിക്കുക. സ്റ്റാറ്റിക് ഏരിയ റിലേറ്റഡ് കറണ്ട് അഫയേഴ്സ് മാത്രം പഠിക്കുക. ഇതാണ് നമ്മൾ എല്ലാത്തിനും ഫോളോ ചെയ്യേണ്ടത്, പ്രധാനമായിട്ടും സയൻസ് ആൻഡ് ടെക്കിന്. കാര്യം നമ്മൾ വളരെ ബുദ്ധിമുട്ടുള്ള സബ്ജക്ട്സ് പഠിച്ച് അതിൽ നിന്ന് 10 മാർക്ക് എടുക്കുന്നതിനേക്കാളും എത്രയോ എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് ഈ 14 മാർക്സ് to 15 മാർക്സ് നമുക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. അത് മാത്രമല്ല, ജനറൽ ക്വസ്റ്റ്യൻസ് ഓൾ ബട്ടർഫ്ലൈസ് ആർ പോയ്സണസ് എന്നൊക്കെ വരുന്ന ജനറൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കണ്ണിങ് ആയിട്ട് നമുക്കത് സ്മാർട്ടായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റണം. ജനറൽ ക്വസ്റ്റ്യൻസിൽ വളരെ എക്സ്ട്രീം സ്റ്റേറ്റ്മെൻറ്റ്സ് എപ്പോഴും റോങ് ആയിട്ട് വരാനാണ് ചാൻസ്. പ്ലസ് അപ്കമിങ് ടെക്നോളജീസ് ചോദിക്കുകയാണെങ്കിൽ അത് ഓൾ ദ എബവ് റൈറ്റ് ആയിട്ട് വരാനാണ് ചാൻസ്. കാരണം അപ്കമിങ് ടെക്നോളജീസ് ആണ്, അതിൻ്റെ സാധ്യതകൾ ഇപ്പോഴും റിസർച്ച് നടക്കുന്നതേ ഉള്ളൂ. സാധ്യതകൾ പറയുന്ന പോയിന്റ്സ് ഓൾ ദ എബവ് കറക്റ്റ് ആവാനാണ് 99% ചാൻസ്. സോ നമ്മളിപ്പോൾ ഈ PYQ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ് ആൻഡ് IT യിൽ നിന്നും 20 to 27%, അതായത് പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ് ഈ ഓറഞ്ചിൽ കാണിച്ചിരിക്കുന്നത്. ഫിസിക്സ്, ആസ്ട്രോഫിസിക്സ് ആൻഡ് സ്പേസ് ടെക്നോളജി ആണെങ്കിൽ 19% 17% വന്നിട്ടുണ്ട്. 2019 to 24 അല്ലെങ്കിൽ 25 അനാലിസിസ് ആണിത്. ബയോടെക്നോളജി നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂടിയിട്ടുള്ളതായിട്ട് കാണാം. ഫിസിക്സ് ആണെങ്കിലും ആ ഒരു ഫിസിക്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും 10% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ സെഷൻ ഫോർ ടുഡേ. ഇത് കുറച്ച് PYQs ആണ്. നിങ്ങൾക്ക് ആ ഒരു ഞാനിപ്പോൾ പറഞ്ഞൊരു കോൺസെപ്റ്റ് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ഞാൻ കുറച്ച് PYQs കൊണ്ടുവന്നിട്ടുണ്ട്. കാര്യം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ ഏതൊക്കെ സ്റ്റാറ്റിക് ഏരിയയിലൂടെയാണ് ക്വസ്റ്റ്യൻസ് കടന്നു പോയിരിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. ആ സ്റ്റാറ്റിക് ഏരിയ നന്നായി പഠിക്കുക. സ്റ്റാറ്റിക് ടോപ്പിക്ക് നന്നായി പഠിക്കുക. +2 ലെവലിലേക്ക് അല്ലെങ്കിൽ 10th ലെവലിലേക്കൊക്കെ ഇറങ്ങി ചെന്ന് നന്നായിട്ട് അതിൻ്റെ അടിസ്ഥാനം നന്നായി പഠിക്കുക. അതിനുശേഷം ഇപ്പോൾ ഉള്ള കറണ്ട് അഫയേഴ്സ് നോക്കുക. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നോക്കുക. അപ്പോൾ തന്നെ 90% നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയകൾ നമ്മൾ കടന്നിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ നിപ്പ വൈറസിൻ്റെ സമയത്താണ് ചോദിച്ചിരിക്കുന്നത്. ഇതിലെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഹൈഡ്രോജെൽസ് യൂസ്ഡ്? Control drug delivery in patients, mobile air conditioning system, preparation of industrial lubricants, all the above. 1, 2, 3 ആണ് ആൻസർ. ഇത് 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഏരിയൽ മെറ്റാജീനോമിക്സ്. ആൻസർ, കളക്ടിങ് DNA samples from air in a habitat at one go. നെക്സ്റ്റ്, COVID-19 നമ്മുടെ കോവാക്സിൻ, അതുപോലെ സ്പുട്നിക് 5, അതുപോലെ കോവിഷീൽഡ്, ഇതിനെയൊക്കെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ സമയത്ത് ഒത്തിരി ന്യൂസിൽ വന്നുകൊണ്ടിരുന്നതാണ്. ബയോ റിലേറ്റഡ് ടേംസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ UPSC പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എല്ലാം അറിയാമല്ലേ. ബയോ സ്റ്റാർട്ടിങ് ആ ഒരു വേർഡ് ബയോ വെച്ച് തുടങ്ങുന്നതെല്ലാം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ബയോചാർ പോലെ. ബോൾഗാർഡ് 1, ബോൾഗാർഡ് 2 നമ്മൾ +2 ജെനറ്റിക്സ് പഠിക്കുമ്പോൾ മുതൽ BT കോട്ടൺ ആ ഒരു ലെവൽ മുതൽ പിങ്ക് ബോൾ വോംസിനെ കുറിച്ച് പഠിക്കുന്നു. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡെവലപ്പിംഗ് ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ് പ്ലാന്റ്സ്, ഇതാണ് ആൻസർ. അപ്പോൾ നമ്മൾ ആ +2 ആ ഒരു ടെക്സ്റ്റ് ബുക്ക് പഠിക്കുമ്പോഴേ പഠിക്കുന്ന വേർഡ്സ് ആണിത് അല്ലേ. റെഫറൻസ് ടു റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് റിഗാർഡിംഗ് റീകോമ്പിനൻറ്റ് വെക്റ്റർ വാക്സിൻ, റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി, ഇത് നമ്മൾ സ്റ്റാറ്റിക്കിൽ പഠിക്കുന്നതാണ്. ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻസ്, അഗെയിൻ അബൌട്ട് വാക്സിൻസ്. നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് പഠിക്കുന്നതാണ്. ഗൈഡ് RNA, RNAi ഒക്കെ. Cas9 പ്രോട്ടീൻ, മോളിക്കുലാർ സിസേഴ്സ്, നമ്മൾ ആദ്യം ബയോടെക്നോളജി പഠിച്ചു തുടങ്ങുമ്പോഴേ ആദ്യം പഠിക്കുന്നതാണ് അല്ലേ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ജനറ്റിക്കലി GMO, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്, GMO അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് മസ്റ്റാർഡ്, ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ്, BT ബ്രിഞ്ചോൾ, BT കോട്ടൺ, ഇതെല്ലാം ഫ്രീക്വൻ്റ് ആയിട്ട് പഠിക്കുന്നതാണ് അല്ലേ. സോ ഐ എം കമ്മിങ് ടു മൈ പോയിന്റ്. PYQ will make you understand the area of current affairs you must focus and the depth of which you should study. അപ്പോൾ PYQ അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് കറണ്ട് അഫയേഴ്സിൽ ഏത് ഏരിയ ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതെന്ന് മനസ്സിലാവും. കാര്യം PYQയിൽ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ നോക്കിയപ്പോൾ തന്നെ കണ്ടത് DNA റിലേറ്റഡ്, അതുപോലെ RNA, അതുപോലെ ജീൻ എഡിറ്റിംഗ്, ജീനോം, ജീൻ സീക്വൻസിങ്, ഇതുപോലെ വാക്സിൻ, വെക്ടർ, റീകോമ്പിനൻറ്റ് DNA, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഫ്രീക്വൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അല്ലേ. വാക്സിനായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ജീൻ എഡിറ്റിംഗ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. സോ അത് മാത്രമല്ല, പ്രധാനപ്പെട്ട രാജ്യവ്യാപകമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നിപ്പ വൈറസ്, കോവിഡ്,
അതുപോലുള്ള രാജ്യവ്യാപകമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്ക് നാഷണലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നോളജീസ്, ഇതൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ വരാറുണ്ട്. സോ അത് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ കറണ്ട് അഫെയർ പഠിക്കണം. അപ്പോൾ നമുക്ക് കറണ്ട് അഫെയർ ഏത് കളയണം, ഏത് പഠിക്കണം എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഐഡിയ കിട്ടും. ലെറ്റ് സ്റ്റാർട്ട്. ഇന്ത്യൻ റിസർച്ചേഴ്സ് ഡെവലപ്പ് ദ ഫസ്റ്റ് എവർ ലോ പഞ്ചൻ മസ്റ്റാർഡ് ബേസ്ഡ് ഓൺ ജീനോം എഡിറ്റിംഗ്. കടുകിനൊരു പഞ്ചൻ സ്മെല്ലുണ്ടല്ലോ, അപ്പോൾ ആ സ്മെല്ല് കുറഞ്ഞ കടുക് വെറൈറ്റി, മസ്റ്റാർഡ് വെറൈറ്റി ഇന്ത്യൻ റിസർച്ചേഴ്സ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതെങ്ങനെ? ജീനോം എഡിറ്റിങ്ങിലൂടെയാണ്. അതായത് ഈ ഒരു സ്മെല്ല് കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ജീനിൽ ചെറിയൊരു എഡിറ്റ് കൊണ്ടുവരുമ്പോഴത്തേക്കും ആ ഒരു സ്മെൽ കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഗ്ലൂക്കോസിനുലേറ്റ്സ് എന്ന് പറഞ്ഞ സാധനമാണ് ഈ ഒരു മസ്റ്റാർഡിന് പഞ്ചൻ സ്മെൽ കൊടുക്കുന്നത്. ഇത് ഹൈ ആയി കഴിഞ്ഞാൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഈ മനുഷ്യനായിക്കോട്ടെ മൃഗങ്ങൾക്കായിക്കോട്ടെ ഇത് കൺസ്യൂം ചെയ്യുന്നവർക്ക് ഉണ്ടാവും. ഏത് മസ്റ്റാർഡ് വെറൈറ്റിയിലാണ് ഈ ഒരു ജീൻ എഡിറ്റിംഗ് സംഭവിച്ചിരിക്കുന്നത്? വരുണ എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ. ഗിരിരാജ്, പ്യൂസ അഗ്രാനി, പൈനിയർ, ഇതെല്ലാം മസ്റ്റാർഡ് വെറൈറ്റീസ് ആണ്. ഇതിൻ്റെ കൂടെ ഒന്ന് ലിങ്ക് ചെയ്ത് പഠിച്ചു പോവുക. അപ്പോൾ എന്ത് ടെക്നോളജിയാണ് യൂസ് ചെയ്തത്? ക്രിസ്പർ കാസ്9 ജീൻ എഡിറ്റിംഗ് ടെക്നോളജിയാണ് കേട്ടോ. ഇതെന്താണെന്നുള്ളത് നന്നായി പഠിക്കേണ്ടതാണ്. ക്രിസ്പർ കാസ്9 ജീൻ എഡിറ്റിംഗ് ടെക്നോളജി എന്താണെന്നുള്ളത്. Indian mustard Brassica ginseae contains 120 to 130 ppm of glucosinolates. How CRISPR works? അപ്പോൾ CRISPR Cas9 ടെക്നോളജി എന്താണ്, എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ബ്രിസ്കായിട്ട് പറഞ്ഞു പോകാം. Cas9 എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ്. അപ്പോൾ Cas9ഉം അതിനെ നയിക്കുന്ന ഗൈഡ് RNAയും കൂടെ ഒരു കോംപ്ലക്സ് ആയിട്ട് ഫോം ചെയ്യും. അവരൊരു ഫ്രണ്ട്ഷിപ്പ് ഫോം ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അവർ ഈ ഒരു എഡിറ്റ് ചെയ്യേണ്ട ആ മാച്ചിങ് ജീനോമിക് DNA സീക്വൻസിന് തൊട്ടടുത്തായിട്ട് അറ്റാച്ച് ചെയ്യും. ഓക്കെ, ഈ ഒരു യെല്ലോ സെഗ്മെൻറ്റ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കണ്ടായിരുന്നോ? ദിസ് കോംപ്ലക്സ് അറ്റാച്ചസ് ടു എ മാച്ചിങ് ജീനോമിക് DNA സീക്വൻസ് അഡ്ജസൻറ്റ് ടു എ സ്പേസർ സെഗ്മെൻറ്റ്. ഇവിടെ ഒരു സ്പേസർ സെഗ്മെൻറ്റ് ഉണ്ടോ? ഈ യെല്ലോ സെഗ്മെൻറ്റ്, ഇതിന് തൊട്ടടുത്തായിട്ട് ഈ Cas9ഉം ഗൈഡ് RNAയും എന്ത് ചെയ്യുന്നു? അറ്റാച്ച് ചെയ്യുന്നു. ഓക്കെ, ദ Cas9 RNA കോംപ്ലക്സ് കട്ട്സ് ദ ഡബിൾ സ്ട്രാൻഡ് ഓഫ് DNA. ഇവിടെ കണ്ടോ DNAയുടെ ഡബിൾ സ്ട്രാൻഡ്. ഈ ഒരു Cas9 RNA കോംപ്ലക്സ് ആ ഒരു ഡബിൾ സ്ട്രാൻഡിനെ കട്ട് ചെയ്യുന്നു. പ്രോഗ്രാംഡ് DNA മേ ബി ഇൻസേർട്ട് അറ്റ് ദ കട്ട്. ഈ ഒരു കട്ട് ചെയ്ത ഭാഗത്ത് പ്രോഗ്രാംഡ് DNA അറ്റാച്ച് ചെയ്യപ്പെടുന്നു. നമ്മുടെ DNA ഇതാണ്. അപ്പോൾ ഇവിടെ ഒരു എഡിറ്റ് നമുക്ക് കൊണ്ടുവരണം. ഇവിടെ ഒരു എഡിറ്റ് കൊണ്ടുവരണമെങ്കിൽ അവിടെ ആദ്യം കട്ട് ചെയ്യണം അല്ലേ? അവിടെ ആദ്യം ഒരു കട്ട് വരണം. ഈ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടീനാണ് Cas9. ഇയാളെയാണ് മോളിക്കുലാർ സിസേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ Cas9 പ്രോട്ടീനാണ് ഇവിടെ വന്ന് ഡബിൾ ഹെലിക്സ്. ഈ ഒരു ഡബിൾ ഹെലിക്സ് അല്ലേ? ഈ Cas9 പ്രോട്ടീനെ ഈ ഒരു ഭാഗത്തേക്ക് നയിക്കുന്നതാണ് ഗൈഡ് RNA. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, ഇങ്ങനെയാണ് ഒരു ഹ്യൂമൻ DNAയുടെ ന്യൂക്ലിയോടൈഡ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്. ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറയുമ്പോൾ ഈ സെൻട്രൽ പോർഷനിൽ നിങ്ങൾ കാണുന്ന ഈ ലെറ്റേഴ്സ് എഴുതിയിരിക്കുന്നതാണ് ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറയുന്നത്. ഈ ഡബിൾ ഹെലിക്സ് മോഡലിൽ രണ്ട് സൈഡും കണക്ട് ചെയ്ത് വരുന്നതാണ് ന്യൂക്ലിയോടൈഡ്സ്. ഒരു DNAയുടെ ന്യൂക്ലിയോടൈഡ്സ് എങ്ങനെയാണ്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. പക്ഷേ RNAക്ക് വ്യത്യാസമുണ്ട്. സാധാരണഗതിയിൽ RNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. നെക്സ്റ്റ്, ഡിയോക്സി റൈബോ ന്യൂക്ലിയിക് ആസിഡ് എന്നാണ് DNAയുടെ ഫുൾ ഫോം. കണ്ടോ, ഒരു ലാഡർ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വെച്ച പോലെ ഡബിൾ ഹെലിക്സ് മോഡലാണ് DNAയുടേത്. RNA നോർമലി സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. തൈമിൻ, സൈറ്റോസിൻ, അഡിനിൻ, ഗ്വാനിൻ എന്നാണ് നമ്മുടെ DNAയുടെ സ്ട്രക്ചർ. പക്ഷേ യുറാസിൽ, സൈറ്റോസൈൻ, അഡിനൈൻ, ഗ്വാനിൻ ഇതാണ് RNAയുടേത്. തൈമിനില്ല, ബാക്കി എല്ലാം സെയിം ആണ്. അഡിനിൻ, ഗ്വാനിൻ സെയിം ആണ്, സൈറ്റോസിനും സെയിം ആണ്. തൈമിന് പകരം RNAയിൽ എന്താ ഉള്ളത്? യുറാസിലാണുള്ളത്. DNA എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്ന? ഫിസിക്കൽ ക്യാരക്ടേഴ്സ് മാറും. ഈ ജീനാണ് നമ്മുടെ ഓരോ ക്യാരക്ടറും കൺട്രോൾ ചെയ്യുന്ന ജീനാണ്. ജീൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്പെസിഫിക് DNA സീക്വൻസ് ആണ്. ഇതിൽ ഓൾട്രേഷൻ വരുമ്പോൾ, ഇതിൽ മാറ്റം വരുത്തുമ്പോൾ ആ ജീൻ ഏത് ക്യാരക്ടറാണോ, ഏത് സ്വഭാവത്തെയാണോ, ഏത് ക്യാരക്ടറിനെയാണോ കൺട്രോൾ ചെയ്യുന്നത് അതിൽ മാറ്റം വരും. ജീൻ എഡിറ്റിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത് സൈറ്റ് ഡയറക്റ്റഡ് ന്യൂക്ലിയസസ് ആണ്. അതായത് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ ഒരു കൃത്യമായിട്ടൊരു സ്ഥാനം ഐഡൻറ്റിഫൈ ചെയ്ത് വന്നിട്ട് അവിടെ ഒരു കട്ട് കൊടുത്തിട്ട് അവിടെ ആ ഒരു ജീനെ മുറിച്ചു മാറ്റുകയോ പുതിയത് ആഡ് ചെയ്യുകയോ ചെയ്യാം. ഇതാണ് സൈറ്റ് ഡയറക്റ്റഡ് ന്യൂക്ലിയസസ്. Cas9 എന്ന് പറയുന്ന ആ മോളിക്യൂള് കറക്റ്റ് ഒരു സൈറ്റ് ഡയറക്റ്റഡ് ന്യൂക്ലിയസ് ആണ് അല്ലേ? ഗൈഡ് RNA അതിനെ കൃത്യമായിട്ടൊരു സൈറ്റിലേക്ക് കൊണ്ടുപോകുന്നു. ആ Cas9 പ്രോട്ടീൻ എന്ത് ചെയ്യുന്നു? കറക്റ്റ് കട്ട് ചെയ്യേണ്ട സീക്വൻസിൽ DNA കട്ട് ചെയ്യുന്നു. ഇനി
അവിടെ പുതിയൊരു DNA സീക്വൻസ് വെക്കണമെങ്കിൽ വെക്കാം, ഡിസീസ്ഡ് ജീനാണെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ കറക്റ്റ് സൈറ്റിൽ, കൃത്യമായിട്ടുള്ള സൈറ്റിൽ ചെന്ന് കൃത്യമായിട്ടുള്ള എഡിറ്റ് ചെയ്യുന്ന ആ ഒരു ന്യൂക്ലിയസുകളെയാണ് സൈറ്റ് ഡയറക്റ്റഡ് ന്യൂക്ലിയസസ് എന്ന് പറയുന്നത്. അപ്പോൾ SDN1, SDN2, SDN3 എന്ന് 3 കാറ്റഗറി ഉണ്ട്. SDN1, SDN2 വലിയ പ്രശ്നക്കാരല്ല, പക്ഷേ SDN3 പ്രശ്നക്കാരനാണ്. ബിക്കോസ് ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തിനെ ഉണ്ടാക്കാൻ SDN3 വഴി സാധിക്കും. എന്താണ് പ്രശ്നം? SDN3യുടെ പ്രശ്നം എന്താണ്? SDN1ലും SDN2ലും ഒരു ഏലിയൻ ജനറ്റിക് മെറ്റീരിയൽ ഇൻവോൾവ് അല്ല. ബാക്ടീരിയയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ജീവികളിൽ നിന്നോ പുറമേ നിന്നൊരു സ്പെഷ്യൽ ക്യാരക്ടറുള്ള DNA അല്ലെങ്കിൽ ജീന് എന്ത് ചെയ്യുന്നു? ഈ ഒരു ഓർഗാനിസത്തിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അത് ആ ഓർഗാനിസത്തിൻ്റെ ആ ഒരു പ്രത്യേക ക്യാരക്ടർ തന്നെ മാറ്റിക്കളയും. ഇതാണ് SDN3 കാറ്റഗറിയിൽ പെടുന്നത്. ഇത് പുതിയൊരു ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തെ ഉണ്ടാക്കുകയാണ്. അത് ഈ ഒരു എൻവയൺമെൻറ്റിലോട്ട് പെട്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അത് കൺസ്യൂം ചെയ്യുന്ന സാധനമാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡ് ക്രോപ്സോ എന്തെങ്കിലും ആണെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ ചെന്നിട്ട് എന്താണ് സംഭവിക്കുക എന്നറിയില്ല. അത് ചിലപ്പോൾ നമുക്ക് മ്യൂട്ടേഷൻ സംഭവിപ്പിക്കാം. അതുകൊണ്ട് നമ്മുടെ പ്രകൃതിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാവുന്നതാണ് SDN3. അതുകൊണ്ട് അതിന് പ്രത്യേകം നമ്മുടെ മിനിസ്ട്രി ഓഫ് എൻവയൺമെൻറ്റിൻ്റെ ക്ലിയറൻസും സർട്ടിഫിക്കേഷനും എല്ലാം ആവശ്യമാണ്. വളരെയധികം ബൈ ലോ പ്രൊട്ടക്റ്റഡ് ആണ് SDN3 റിസർച്ചും പ്രോസസ്സും എല്ലാം. SDN1 ആൻഡ് SDN2 ഈ GMO ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് റൂൾസിൽ നിന്നും എക്സംപ്റ്റഡ് ആണ്. SDN1ഉം SDN2ഉം നിയമക്കുരുക്കളിൽ നിന്നും വെളിയിലാണ്. പക്ഷേ SDN3 അങ്ങനെയല്ല. ഇറ്റ് ഈസ് സ്ട്രിക്ട്ലി അണ്ടർ GMO റൂൾസ്. ഓക്കെ. ക്ലസ്റ്റേർഡ് റെഗുലർലി ഇൻ്റർസ്പേസ്ഡ് ഷോർട്ട് പാലൻഡ്രോമിക് റിപ്പീറ്റ്സ് ആണ് CRISPR എന്ന് പറയുന്നത്. അതർ ജീനോം എഡിറ്റിംഗ് ടെക്നിക്സ് എന്തൊക്കെയാണ്? ഞാൻ ഈ പറഞ്ഞ പോലെ സിങ്ക് ഫിംഗർ ന്യൂക്ലിയേസസ് ആൻഡ് ട്രാൻസ്ക്രിപ്ഷൻ ആക്ടിവേറ്റർ ലൈക്ക് എഫക്റ്റഡ് ന്യൂക്ലിയസ് ടാലൻസ്. ഇപ്പോൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി സ്റ്റേറ്റുകളോട് ഈ ഒരു ജീൻ അടങ്ങിയ CRY2AI ജീൻ അടങ്ങിയ കോട്ടൺ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ പ്രശ്നം? BT ഇപ്പോൾ അധികം ഇഫക്റ്റീവ് അല്ല. BT കോട്ടൺ, ആ ഒരു BT അടങ്ങിയ കോട്ടൺ പ്ലാന്റ്സ് പിങ്ക് ബോൾ വേമിനെതിരെ അധികം ഇഫക്റ്റീവ് അല്ല. അതുകൊണ്ട് ഈ CRY2AI ജീൻ അടങ്ങിയ പുതിയ വെറൈറ്റി ക്രോപ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അത് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി സ്റ്റേറ്റ്സിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. Bolgard 1, Bolgard 2 technologies have been used in BT cotton. വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ കണ്ടല്ലേ, ഇത് രണ്ടും എന്താണ്? ഈ പിങ്ക് ബോൾ വേമിനെതിരെ BT കോട്ടണിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജീസിൻ്റെ പേരാണ്. ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ആയിക്കോട്ടെ, ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ആയിക്കോട്ടെ, ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റിയുടെ ക്ലിയറൻസിന് ശേഷം മാത്രമേ അത് എൻവയൺമെൻറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി നമ്മുടെ മിനിസ്ട്രി ഓഫ് എൻവയൺമെൻറ്റിന് കീഴിൽ വരുന്നതാണ്. GM ക്രോപ്സിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. BT കോട്ടൺ അല്ലേ, ബാസിലസ് തുറഞ്ചിയൻസിസ് എന്ന് പറയുന്ന ആ ഒരു ബാക്ടീരിയൽ ജീൻ ഉൾക്കൊണ്ട കോട്ടനാണ് BT കോട്ടൺ. ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പാണ്. കോട്ടൺ പ്ലാന്റ്സിനെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ഈ പിങ്ക് ബോൾ വേം എന്ന് പറഞ്ഞ സാധനമാണ്. അപ്പോൾ ഇതിനെതിരെയാണ് ഈ BT കോട്ടൺ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലയൊക്കെ ഈ പുഴു കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പിങ്ക് ബോൾ വേം ഇതിൻ്റെ ഇലയോ പൂവോ ഒക്കെ കഴിക്കുമ്പോഴത്തേക്ക് ഈ BT ആക്ടിവേറ്റ് ആവും ഇതിൻ്റെ അകത്ത് നിന്നിട്ട്. ഈ ഒരു വേമിനകത്ത് നിന്നിട്ട് ഈ BT ജീൻ ആക്ടിവേറ്റ് ആയിട്ട് അത് പോയ്സണായിട്ട് ആക്ട് ചെയ്യുകയും ആ പുഴു ചത്തുപോവുകയും ചെയ്യും. ഇന്ത്യയിൽ വ്യാപകമായിട്ട് കൊമേഴ്ഷ്യൽ കൾട്ടിവേഷന് വേണ്ടിയിട്ട് അപ്രൂവ്ഡ് ആയിട്ടുള്ളത് BT കോട്ടൺ മാത്രമാണ്. CRY2AI ഒരു ജീനാണ് അല്ലേ. ജനറ്റിക്കലി മോഡിഫൈഡ് മസ്റ്റാർഡ്, ധാര മസ്റ്റാർഡ് ഹൈബ്രിഡ് 11 DMH11 has been also been developed by Delhi University, containing 2 alien genes isolated from a soil bacterium called Bacillus amyloliquefaciens. അപ്പോൾ ഇങ്ങനെ ഒരു ഹൈബ്രിഡ് വെറൈറ്റി ഓഫ് മസ്റ്റാർഡും ഡൽഹി യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. വരുണ ആൻഡ് ഏർലി ഹീര 2 ഈ രണ്ട് മസ്റ്റാർഡ് വെറൈറ്റിയുടെ ക്രോസ് ആണ് ഈ DMH11 എന്ന് പറയുന്നത്. ഇതിലാണ് ഈ ഒരു പർട്ടിക്കുലർ ജീന് എന്ത് ചെയ്തിരിക്കുന്നത്, ആഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. DMH11 ഇസ് എ ട്രാൻസ്ജീനിക് ക്രോപ്പ്. എന്താണ് ട്രാൻസ്ജീനിക് ക്രോപ്പ്? പുറത്തുനിന്നൊരു ജീൻ അതിലുണ്ടല്ലേ, ഈ പറഞ്ഞ ബാസിലസിൽ നിന്നൊരു ജീൻ അതിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് ട്രാൻസ്ജീനിക് ക്രോപ്പാണ്. ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻ ഫോറിൻ ജീൻസ് ഫ്രം ഡിഫറെൻറ്റ് സ്പീഷീസ്. അതാ പ്രധാനം. ഒരു കോട്ടൺ പ്ലാന്റിൽ ബാക്ടീരിയയുടെ ജീനാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് GM ക്രോപ്പ് ആയത് അല്ലേ. എൻസൈം റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എന്താണ്? US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ റീസെൻ്റ്ലി ഗേവ് നോ ടു വേൾഡ്സ് ഫസ്റ്റ് എൻസൈം റീപ്ലേസ്മെൻറ്റ് തെറാപ്പി. അപ്പോൾ
യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ USFDA ഈ ലോകത്തിൽ ആദ്യമായിട്ട് എൻസൈം റീപ്ലേസ്മെൻറ്റ് തെറാപ്പിക്ക് അനുമതി കൊടുത്തിരിക്കുകയാണ്. ഇറ്റ് അപ്രൂവ്ഡ് അഡ്സിൻമ, ദ ഫസ്റ്റ് റീകോമിനൻറ്റ് പ്രോട്ടീൻ product indicated for on-demand ERT. It will be used for treating congenital thrombocytopenic purpura, rare blood clotting disorder. ഇങ്ങനൊരു റെയർ ബ്ലഡ് ക്ലോട്ടിംഗ് ഡിസോർഡറിനായിട്ട് എൻസൈം റീപ്ലേസ്മെൻറ്റ് തെറാപ്പിക്ക് US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അനുമതി കൊടുത്തിരിക്കുകയാണ്. ലോകത്തിൽ ആദ്യമായിട്ടാണ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു കോൺജനൈറ്റൽ ത്രോംബോസൈറ്റോപീനിക് പർപ്യൂറ എന്ന് പറയുന്നത് റെയർ ബ്ലഡ് ക്ലോട്ടിംഗ് ഡിസോർഡറാണ്. ഈ എൻസൈം റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എന്താണ്? എൻസൈം റീപ്ലേസ്മെൻറ്റ് തെറാപ്പി റെഫേഴ്സ് ടു ട്രീറ്റ്മെൻറ്റ് വെയർ replacement enzymes are given to patients who suffer from conditions resulting from enzyme deficiencies or malfunction. എൻസൈം റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ള രോഗികൾക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു. നോർമലി ഒരു പാരൻറ്റിൽ നിന്നും കുട്ടിയിലേക്ക് ആ പാരൻറ്റിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള പല ജീനുകളും പോകാനുള്ള ചാൻസ് 50-50 ആണ്. അപ്പോൾ ഇതാണ് നോർമലി മെൻഡീലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. പക്ഷേ ആ സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ അടുത്തടുത്ത ജനറേഷനിൽ വളരെ സ്പെസിഫിക് ആയിട്ടും അല്ലെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത ജനറേഷനിലേക്ക് ക്യാരി ഔട്ട് ചെയ്ത് പോകാനുള്ള ആ ഒരു ടെക്നോളജിയാണ് GDT എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ അടുത്ത ജനറേഷനിലേക്ക് 100% പാസ് ചെയ്ത് പോകാനുള്ള ടെക്നോളജിയാണ് GDT. ഇപ്പോൾ നമുക്ക് നമ്മുടെ അഗ്രികൾച്ചറിലും നമ്മുടെ ഡിസീസ് റെസിസ്റ്റൻസിലും ഒക്കെ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുത്തെ കമ്പോണൻസ് എന്തൊക്കെയാണ്? ജീൻ, Cas9 എൻസൈം, obviously molecular sisterite യൂസ് ചെയ്യുന്ന Cas9 enzyme and CRISPR technology. It increases the likelihood that a particular suite of gene will be passed on to next generation. അപ്പോൾ ഒരു പർട്ടിക്കുലർ ജീൻ അത് അടുത്ത ജനറേഷനിലോട്ട് പാസ് ചെയ്ത് പോകാനുള്ള സാധ്യത കൂട്ടുന്ന ഒരു ടെക്നോളജിയാണ് ജീൻ ഡ്രൈവ് ടെക്നോളജി. നോർമൽ ഇൻഹെറിറ്റൻസിൻ്റെയും ജീൻ ഡ്രൈവ് ഇൻഹെറിറ്റൻസിൻ്റെയും ഫിഗർ നോക്കിയാൽ നിങ്ങൾക്കറിയാം. ആ റെഡ് ഫ്ലൈയുടെ ക്യാരക്ടർ നോക്കിയാൽ അറിയാം. ആ റെഡ് ഫ്ലൈയുടെ ക്യാരക്ടർ നോർമൽ ഇൻഹെറിറ്റൻസിൽ പാസ് ചെയ്ത് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ ജീൻ ഡ്രൈവ് ഇൻഹെറിറ്റൻസ് വഴി പാസ് ചെയ്ത് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. എന്താണ് ജീനോം? ജീനോം ഇസ് ആൻ ഓർഗാനിസംസ് കംപ്ലീറ്റ് സെറ്റ് ഓഫ് DNA. ഓർഗാനിസത്തിൻ്റെ കംപ്ലീറ്റ് സെറ്റ് ഓഫ് DNA ആണ് ജീനോം എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ക്രോമസോംസ് വിച്ച് ഹൗസസ് DNA ആൻഡ് ജീൻസ്, സ്പെസിഫിക് സെക്ഷൻ ഓഫ് DNA. അപ്പോൾ ഒരു ഓർഗാനിസത്തിൽ 23 പേര് ക്രോമസോം ഉണ്ടല്ലേ, 46 ക്രോമസോം. ഈ 46 ക്രോമസോമിൻ്റെയും DNAയും ആ ഒരു ജീനും സീക്വൻസ് ചെയ്തെടുക്കുന്നതാണ് ജീനോമിക് സീക്വൻസിങ് എന്ന് പറയുന്നത്. ഏരിയൽ മെറ്റാജീനോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ് ജനറ്റിക് അനാലിസിസ് ഓഫ് ജീനോംസ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇൻവോൾവ്സ് സ്റ്റഡി ഓഫ് ജനറ്റിക് കോമ്പോസിഷൻ ഓഫ് മൈക്രോബിയൽ സാമ്പിൾസ് കളക്റ്റഡ് ഫ്രം എയർ. ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഏരിയൽ മെറ്റാജീനോമിക്സ്? എയറിൽ നിന്നുള്ള ബാക്ടീരിയാസ് എല്ലാം കളക്ട് ചെയ്യുന്നു, അതിൻ്റെ DNA കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നു? സീക്വൻസ് ചെയ്യുന്നു അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്നു. ഇതാണ് ഏരിയൽ മെറ്റാജീനോമിക്സ് എന്ന് പറയുന്നത്. എന്താണ് ക്രോമസോംസ്? ക്രോമസോംസ് എന്ന് പറയുമ്പോൾ സെല്ലിൻ്റെ ന്യൂക്ലിയസിനകത്ത് 23 പേരായിട്ടിരിക്കുന്ന നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ക്യാരി ഔട്ട് ചെയ്യുന്ന ആ ഒരു ത്രെഡ്സാണ് ക്രോമസോംസ് എന്ന് പറയുന്നത്. മെയ്ഡ് ഓഫ് പ്രോട്ടീനാണ്. എ സിംഗിൾ മോളിക്യൂൾ ഓഫ് DNA ക്യാരി ജീനോമിക് ഇൻഫർമേഷൻ ഫ്രം സെൽ ടു സെൽ. ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് റിസൈഡ്സ് ഇൻ ന്യൂക്ലിയസ് ഓഫ് സെൽസ്. പ്ലാന്റ്സിലും ആനിമൽസിലും ന്യൂക്ലിയസിലാണ് ക്രോമസോം കാണപ്പെടുന്നത്. ഹ്യൂമൻസിന് 22 പെയർ ഓഫ് നമ്പേർഡ് ക്രോമസോംസ്, ഓട്ടോസോംസ് ഉണ്ട്, ഒരു പെയർ ഓഫ് സെക്സ് ക്രോമസോംസും ഉണ്ട്. ഈ സെക്സ് ക്രോമസോംസ് ആണ് നമ്മൾ ആണാണോ പെണ്ണാണോ മെയിലാണോ ഫീമെയിലാണോ എന്ന് നിശ്ചയിക്കുന്നത്. XX ആണ് വരുന്നതെങ്കിൽ ഫീമെയിലും XY ആണെങ്കിൽ മെയിലുമാണ്. അതൊക്കെ നമുക്ക് ബേസിക്കൽ ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഹ്യൂമൻ ബീങ്സിൽ ടോട്ടൽ 46 ക്രോമസോംസ് ഉണ്ട്, 23 പെയറായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ക്രോമസോമിനകത്താണ് ഈ പറഞ്ഞ DNAയും ആ DNAയുടെ ഓരോ സ്പെഷ്യൽ സീക്വൻസ് ആണ് ജീൻ എന്ന് പറയുന്നത്. ടീലോമിയേഴ്സ് DNA സീക്വൻസുകളാലും പ്രോട്ടീൻസുകളാലുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ടീലോമിയേഴ്സ് ക്രോമസോമിൻ്റെ അറ്റം എൻ പാർട്ട് ക്യാപ്പ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സാണ്. ഇവിടെ ന്യൂക്ലിയസിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ക്രോമസോംസ് ആദ്യം ക്രോമാറ്റിൻ ത്രെഡ്സ് ആയിട്ടായിരിക്കും, നൂല് പോലെ ആയിരിക്കും കിടക്കുന്നത്. പിന്നീട് ഈ ഒരു ക്ലിയർ ആയിട്ട് ക്രോമസോംസ് ആയിട്ട് സ്പെസിഫിക് ആവശ്യങ്ങൾക്കാണ് ഇങ്ങനെ ക്രോമസോംസ് ആയിട്ട് അത് സ്പെസിഫിക് ആയിട്ട് ക്ലിയർ ആയിട്ട് ഫോം ചെയ്യുന്നത്. ഇൻഡിജൻ പ്രോഗ്രാം എന്താണ്? ഹ്യൂമൻ ജീനോം സീക്വൻസിങ് പ്രോഗ്രാം ആണല്ലേ. നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ കംപ്ലീറ്റ്ലി ഇങ്ങനെ സീക്വൻസ് ചെയ്ത് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽസ് എടുത്ത് അനലൈസ് ചെയ്ത് അതിൻ്റെ സ്പെഷ്യാലിറ്റീസും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി നമ്മുടെ ട്രേറ്റ്സ് എന്തൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ട്, ജീൻസ് ഉണ്ട്, ഇതെല്ലാം മനസ്സിലാക്കുന്ന ഒരു കംപ്ലീറ്റ് റിസർച്ച് പ്രോഗ്രാമാണ് ഹ്യൂമൻ ജീനോം സീക്വൻസിങ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നടത്തുന്നതാണ് ഇൻഡിജൻ പ്രോഗ്രാം.
10,000-കണക്കിന് ഇന്ത്യൻ സിറ്റിസൺസിൻ്റെ ജീനോം സീക്വൻസ് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും റിസർച്ച് ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രൊജക്റ്റാണ് ജീനോം ഇന്ത്യ പ്രോജക്റ്റ്. റീസെൻ്റ്ലി DBT അനൗൺസ് കംപ്ലീഷൻ ഓഫ് സീക്വൻസിങ്. അപ്പോൾ റീസെൻ്റായിട്ട് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി ഒരു ഹ്യൂമൻ ജീനോമിക് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തതായിട്ട് അറിയിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, മൈറ്റോകോൺഡ്രിയൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ആൻഡ് 3 പാരൻറ്റ് ബേബീസ് പ്രോസസ്. അപ്പോൾ ഇനി മുതൽ ജനറ്റിക്കലി 3 പാരൻ്റ് ഉള്ള കുട്ടിയും ഉണ്ടാകാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മൈറ്റോകോൺഡ്രിയൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി. എന്താണ് മൈറ്റോകോൺഡ്രിയൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മൈറ്റോകോൺഡ്രിയൽ DNA കംസ് ഫ്രം മദർ ഒള്ളി. മൈറ്റോകോൺഡ്രിയ എന്ന് പറയുമ്പോൾ സെല്ലിനകത്തൊരു സ്ട്രക്ചറാണ്. ഓക്കെ, പവർ ഹൗസ് ഓഫ് സെൽ എന്നറിയപ്പെടുന്നതാണ് മൈറ്റോകോൺഡ്രിയ. ഈ മൈറ്റോകോൺഡ്രിയയ്ക്ക് അകത്ത് വരുന്ന DNA അമ്മയിൽ നിന്ന് മാത്രം വരുന്നതാണ്. അപ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നമുക്കൊരു തേർഡ് പാർട്ടിയിൽ നിന്നും ആ ഒരു DNA, സ്ട്രോങ് ആയിട്ടുള്ള DNA സ്വീകരിക്കാം. അപ്പോൾ ഒബ്വിയസ്ലി വേറൊരാളുടെ DNA കൂടി ഈ ഒരു ബേബിയിൽ ഉണ്ടാവും. അങ്ങനെയാണ് 3 പാരന്റ് ബേബി എന്ന് പറയുന്നത്. സ്പേം എഗ് ഫ്യൂഷൻ നടന്ന ആ ഒരു എഗ് ഫെർട്ടിലൈസ്ഡ് ആയി, പക്ഷേ അതിനകത്തുള്ള മൈറ്റോകോൺഡ്രിയ അൺഹെൽത്തിയാണ്. അപ്പോൾ അതിൻ്റെ ന്യൂക്ലിയസ്, ആ ഒരു സെല്ലിൽ നിന്ന് ന്യൂക്ലിയസ് പുറത്തെടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഡോണർ എഗ്ഗിനകത്തേക്ക് അത് പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള മൈറ്റോകോൺഡ്രിയ ഉള്ള ഡോണറിനകത്ത് ഈ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള മൈറ്റോകോൺഡ്രിയ ഉള്ള ആ ഒരു ഫെർട്ടിലൈസ്ഡ് എഗ്ഗിൻ്റെ ന്യൂക്ലിയസ് മാത്രം എടുത്ത് വെക്കുകയാണ്. മനസ്സിലായില്ലേ? ന്യൂക്ലിയസ്, ആ ഒരു ജനറ്റിക് മെറ്റീരിയൽ മാത്രം എടുത്ത് എന്ത് ചെയ്യുന്നു? ഡോണറിൻ്റെ എഗ്ഗിനകത്ത് വെക്കുകയാണ്. അപ്പോൾ ജനറ്റിക്കലി 3 പാരൻസ് ആ ബേബിക്ക് ഉണ്ടായി. ഓക്കെ, ഈ ഒരു ഫിഗർ കണ്ടോ? ഇതാണ് മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്നത്. ഇതാണ് മൈറ്റോകോൺഡ്രിയ. ഓക്കെ, ഇവിടെ മൈറ്റോകോൺഡ്രിയയുടെ സ്പെല്ലിംഗ് തെറ്റാണ്. മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടുത്തെ DNAക്കാണ് പ്രശ്നം. ഇതൊരു ഫെർട്ടിലൈസ്ഡ് എഗ് ആണെന്ന് വെക്കുക. ഫെർട്ടിലൈസ്ഡ് എഗ് എന്ന് പറയുമ്പോഴത്തേക്കും സ്പേമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് എന്താണ്, ബേബി ആകാൻ തയ്യാറായി നിൽക്കുന്ന എഗ്ഗാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ന്യൂക്ലിയസ് മെറ്റീരിയൽ ഇതാണ്. ഇതിനകത്താണ് ജനറ്റിക് മെറ്റീരിയൽ എല്ലാം ഇരിക്കുന്നത്. ന്യൂക്ലിയസ് ഇതാണ്, ജനറ്റിക് മെറ്റീരിയൽ ഇതിനകത്താണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്യും? പുറത്തേക്ക് എടുക്കും. എന്നിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു സെല്ലിനകത്തേക്ക്, ഹെൽത്തി ആയിട്ടുള്ള മൈറ്റോകോൺഡ്രിയ ഉള്ളൊരു ഡോണർ സെല്ലിനകത്തേക്ക് ഇത് വെക്കും. അപ്പോൾ ഇതാണ് മൈറ്റോകോൺഡ്രിയൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എന്ന് പറയുന്നത്. ഒരു സെല്ലിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ മനസ്സിലാക്കുക. സെല്ലെന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ഫ്ലൂയിഡ് മെറ്റീരിയൽ പ്ലാസ്മയുണ്ട്. പ്ലാസ്മയിലാണ് ഈ ഓർഗനൈസ് എല്ലാം ഇരിക്കുന്നത്. സെൻട്രൽ പാർട്ട് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിനകത്താണ് ഈ ഒരു ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള ക്രോമസോമും, അതിനകത്താണ് DNA, ജീൻ എല്ലാം ഇരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ബേസിക് ഐഡിയ എല്ലാവർക്കും വേണം. സെൽ ഫ്രീ DNA. എന്താണ് സെൽ ഫ്രീ DNA? ചെറിയ ന്യൂക്ലിയിക് ആസിഡ് ഫ്രാഗ്മെൻറ്റ്സ് ആണ്. അതെന്താണ്? സെല്ലിൽ നിന്നാണ് റിലീസ്ഡ് ആവുന്നത്. ഈ ഒരു സെൽ ഫ്രീ DNA നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാൻസർ പോലുള്ള, അല്ലെങ്കിൽ നമ്മുടെ സെല്ലിനകത്ത്, സെൽ ഇസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് അല്ലേ? അപ്പോൾ സെല്ലിൽ നിന്നും ഇതുപോലുള്ള സ്മോൾ ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് ന്യൂക്ലിയിക് ആസിഡ് പുറത്ത് വരുമ്പോൾ നമ്മുടെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും സെല്ലിനകത്ത് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ അത് അറിയാൻ, ഏർലി സ്റ്റേജ് തന്നെ അറിയാൻ സാധിക്കും. അപ്പോൾ ഫീറ്റസിന് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. ഏർലി ഡിറ്റക്ഷൻ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാൻസേഴ്സിന് ഉപകാരപ്രദമാണ്. ഈ സെൽ ഫ്രീ DNA ക്യാൻ ബി യൂസ്ഡ് ആസ് ബയോമാർക്കർ. ബയോമാർക്കർ മീൻസ് ഒരു പ്രത്യേക അവസ്ഥയെ സൂചിപ്പിക്കുന്ന കെമിക്കലോ പ്രോട്ടീനോ മോളിക്യൂളോ, അതെന്തോ ആവാം. അതൊരു ലിവിങ് ബീയിങ് നിന്നാണ് പുറത്തു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ സെൽ ഫ്രീ DNAs ബയോമാർക്കേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഒരു സ്പെസിഫിക് എന്തെങ്കിലും രോഗലക്ഷണമോ അബ്നോർമാലിറ്റിയോ ഇവ ഉയർത്തി കാണിക്കുന്നു. നമ്മുടെ ഒരു ബ്ലഡ് ചെക്ക് വഴിയോ യൂറിൻ ചെക്ക് വഴിയോ ഒക്കെ അറിയാൻ പറ്റും. നെക്സ്റ്റ്, മോളിക്കുലർ മോട്ടോർ. എന്താണ് മോളിക്കുലർ മോട്ടോഴ്സ്? നമ്മുടെ സെല്ലിനകത്ത് സ്റ്റോർഡ് ആയിട്ടിരിക്കുന്ന ATP ബ്രേക്ക് ചെയ്ത് എനർജി റിലീസ് ആക്കാനായിട്ട് മോളിക്കുലർ മെഷീൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന മോളിക്കുലർ മോട്ടോഴ്സ് സെൽസിനകത്തുണ്ട് എന്നാണ് റിസർച്ചേഴ്സ് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി അബൌട്ട് സ്റ്റെം സെൽ. എന്താണ് സ്റ്റെം സെൽ? എ സെൽ with the unique ability to develop into specialized cell type in a body. എന്താണ് സ്റ്റെം സെൽ? സ്റ്റെം സെൽസിന് വളരെ പ്രത്യേകമായിട്ടുള്ള എബിലിറ്റി ഉണ്ട്. എന്താണ്? ആ ഒരു സ്റ്റെം സെല്ലിന് പെട്ടെന്ന് തന്നെ ഇങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്യാനും ഒരു സ്പെഷ്യലൈസ്ഡ് സെല്ലായിട്ട് മാറാനും, ഹാർട്ട് സെല്ലോ അല്ലെങ്കിൽ ലിവർ സെല്ലോ കിഡ്നി സെല്ലോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ് സെല്ലായിട്ട് മാറാനും കഴിയുന്നു എന്നുള്ളതാണ് സ്റ്റെം സെല്ലിൻ്റെ പ്രത്യേകത. സ്റ്റെം സെൽസ് 4 ടൈപ്സ് ഉണ്ട്. ടോട്ടിപൊട്ടൻറ്റ്, അതിന് എക്സാമ്പിൾ സൈഗോട്ടാണ്. ദെൻ പ്ലൂറിപൊട്ടൻറ്റ്, എക്സാമ്പിൾ എംബ്രിയോണിക് സ്റ്റെം സെൽസ് ആണ്. മൾട്ടിപൊട്ടൻറ്റ് ക്യാൻ മേക്ക് അറ്റ്ലീസ്റ്റ് 2 ഡിഫറെൻറ്റ് ലീനേജസ് യൂഷ്വലി ഫ്രം സെയിം എംബ്രിയോണിക് ജേം ലെയർ. ഫോർ എക്സാമ്പിൾ ഹെമറ്റോപോയിറ്റിക് സെൽ, WBC, RBC, പ്ലേറ്റ്ലെറ്റ്സ് ഇതെല്ലാം ആകാനുള്ള കഴിവ് ആ സ്റ്റെം സെല്ലിനുണ്ട്. യൂണിപൊട്ടൻറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഓൺലി 1 സെൽ ടൈപ്പ് but have the property to self renewal that distinguish them from non-stem cells.
അതായത് യൂണിപൊട്ടൻ്റ് എന്ന് പറയുമ്പോൾ ഒരു ടൈപ്പ് മാത്രമേ ആകാനുള്ള കഴിവ് ആ സെല്ലിനുള്ളൂ. പക്ഷേ നോൺ സ്റ്റെം സെല്ലുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? സെൽഫ് റിന്യൂവൽ. അത് പെട്ടെന്ന് തന്നെ സെൽഫ് റിന്യൂവൽ സംഭവിക്കും. നശിപ്പിക്കപ്പെട്ടാലും വീണ്ടും പെട്ടെന്ന് തന്നെ ഡിവൈഡ് ചെയ്ത ആ സ്റ്റെം സെൽസ് നമ്പറിൽ കൂടുകയും ഡിസ്റ്റിങ്ക്വിഷ്ഡ് ആവുകയും ചെയ്യുന്നു. എക്സാമ്പിൾ സ്കിൻ സെൽ. എന്താണ് ഇൻഡ്യൂസ്ഡ് പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെൽസ്? ഒരു അഡൽട്ട് സെല്ലിൽ നിന്നും ലാബിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇൻഡ്യൂസ്ഡ് പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെൽസ്. This is very important topic. A chimera. A chimera is a single organism composed of cells of more than one distinct genotype or genetic makeup. ഒരു ഓർഗാനിസത്തിനകത്ത് ആ ഓർഗാനിസത്തിൻ്റെ ഇത് മാത്രമല്ലാത്ത ജനറ്റിക് മെറ്റീരിയൽ കണ്ടെത്തിയാൽ അതിനെയാണ് ഒരു ഖൈമേറ എന്ന് പറയുന്നത്. മേജർ ടൈപ്സ് ഓഫ് ഖൈമേറ നാച്ചുറലായിട്ട് അനിമൽ കിങ്ഡത്തിൽ ഖൈമറിസം ഒരുപാട് തലത്തിൽ ഉണ്ടാവാറുണ്ട്, ഇൻക്ലൂഡിങ് ഹ്യൂമൻസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ ട്രേസസ് ഓഫ് ഫീറ്റസ് ജനറ്റിക് മെറ്റീരിയൽ ആർ അബ്സോർബ്ഡ് ഇൻ മദേഴ്സ് ടിഷ്യൂസ്. അമ്മ പ്രസവിച്ചതിന് ശേഷം ആ ഒരു ഫീറ്റസിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ അമ്മയുടെ ബോഡിയിൽ വർഷങ്ങൾക്ക് ശേഷവും കാണപ്പെടുന്നു എന്നുള്ളത്. ഇത് മൈക്രോ ഖൈമറിസമാണ് കേട്ടോ. നെക്സ്റ്റ്, ഖൈമറിക് ആൻറ്റിജൻ റിസപ്റ്റർ T cell, CAR T cell therapy, very important topic. Central Drug Standard Control Organization has approved the indigenous NexCAR19, a CAR T cell therapy. NexCAR19, a CAR T cell therapy. It is developed indigenously in India by ImmunoAct company incubated at IIT Bombay. Indigenously ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. ImmunoAct എന്ന കമ്പനിയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ അപ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇൻഡിജിനിയസ് NexCAR19 CAR സെൽ തെറാപ്പി. CDSCO സെൻട്രൽ ഡ്രഗ് അതോറിറ്റിയാണ്. മേജർ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? റെഗുലേറ്ററി കൺട്രോൾ ഓവർ ഇമ്പോർട്ട് ഓഫ് ഡ്രഗ്സ്, അപ്രൂവൽ ഓഫ് ന്യൂ ഡ്രഗ്സ് ആൻഡ് ക്ലിനിക്കൽ ട്രയൽസ്. അപ്പോൾ ഇങ്ങോട്ട് ഡ്രഗ്സ് വരുന്നത്, ഡ്രഗ്സിൻ്റെ യൂസ്, പുതിയ ട്രീറ്റ്മെൻറ്റ് ടെക്നോളജീസ്, ട്രയൽസ്, ഇതെല്ലാം അപ്രൂവ് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനാണ്. എന്താണ് CAR T സെൽ തെറാപ്പി എന്ന് നോക്കാം. A type of cellular immunotherapy treatment that uses T cells. നമ്മുടെ ലിംഫോസൈറ്റ്സിന് രണ്ട് ടൈപ്പ് ഉണ്ട്, T സെല്ലും B സെല്ലും. അതിൽ T സെല്ലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ആർ ജനറ്റിക്കലി ആൾട്ടേർഡ് ഇൻ എ ലാബ് ടു എനേബിൾ ദം ഇൻ ലൊക്കേറ്റിംഗ് ഇൻ ഡിസ്ട്രോയിങ് ക്യാൻസർ സെൽസ് മോർ എഫക്റ്റീവ്ലി. T സെൽസിനെ ജനറ്റിക്കലി ആൾട്ടർ ചെയ്യും ലാബിൽ, എന്നിട്ട് എന്ത് ചെയ്യും? റീഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ പേഴ്സൻ്റെ ശരീരത്തിലെ ക്യാൻസർ സെല്ലുകളെ T സെൽസ് ഇഫക്റ്റീവായിട്ട് നശിപ്പിച്ച് കളയും. ഇതാണ് CAR T സെൽ തെറാപ്പി. T cells are immune cells that attack infection causing pathogens. അപ്പോൾ T cells എന്താണ്? നമ്മുടെ ഇമ്മ്യൂൺ സെൽസ് ആണ് അല്ലേ? WBCക്ക് അകത്തുള്ളതാണ്, ഇമ്മ്യൂണിറ്റി തരുന്ന സെൽസ് ആണ്, അതിൽ ലിംഫോസൈറ്റ്സിന് അകത്തുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്ന പാത്തജൻസിനെ അറ്റാക്ക് ചെയ്യുന്നതാണ് T cells. ഇൻഫെക്ഷൻ കോസിങ് പാത്തജൻസ് പറഞ്ഞാൽ നമുക്ക് അസുഖം ഉണ്ടാക്കുന്ന പാത്തജൻസ്. അത് വൈറസ് ആവും, ബാക്ടീരിയ ആവും, ഫംഗൈ ആവും, പാരസൈറ്റ് ആവും. ആൻഡ് ഹാംഫുൾ സെൽസ് ലൈക്ക് ക്യാൻസർ സെൽസ്. ഈ T സെൽസ് ക്യാൻസർ സെൽസിനെയും അറ്റാക്ക് ചെയ്യും. ഒരു പരിധി കഴിയുമ്പോൾ അതിൻ്റെ കയ്യിൽ നിൽക്കാതാവുമ്പോഴാണ് സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4 ഒക്കെ ആയി പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ T സെൽസിനെ ഇതുപോലെ ഓൾട്ടർ ചെയ്തിട്ട് നമ്മുടെ T സെൽസിനെ തന്നെ എടുത്തിട്ട് ജനറ്റിക്കലി മോഡിഫൈ ചെയ്തിട്ട് അത് വീണ്ടും നമ്മുടെ ബോഡിയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ക്യാൻസർ സെൽസ് ഉണ്ടെങ്കിൽ അതിനെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഈ ഒരു T സെൽസ് നശിപ്പിക്കും. നമ്മുടെ നിന്ന് തന്നെ ബ്ലഡ് എടുക്കുന്നു, അതിൽ നിന്ന് T സെൽസ് വേർതിരിച്ചെടുക്കുന്നു. എന്നിട്ട് എന്ത് T സെൽസ് ആർ ജനറ്റിക്കലി എഞ്ചിനീയറിംഗ് ഇൻ എ ലാബറട്ടറി ബൈ ഇൻട്രൊഡ്യൂസിങ് പ്രോട്ടീൻസ് കോൾഡ് കൈമറിക് ആൻറ്റിജൻ റിസപ്റ്റേഴ്സ്. അപ്പോൾ കൈമറിക് ആൻറ്റിജൻ റിസപ്റ്റേഴ്സ് CARs എന്ന് പറയുന്ന പ്രോട്ടീൻസ് യൂസ് ചെയ്തിട്ട് ഈ T സെൽസിനെ ഓൾട്ടർ ചെയ്യുന്നു. ദ എഞ്ചിനീയർഡ് CAR T cells can now identify and home in on cancer cells. They latch on and are triggered to destroy the cancer cells. അപ്പോൾ ഇനി ക്യാൻസർ സെൽസിനെ കണ്ടുപിടിച്ചാൽ വളരെ വിഗ്രസ് ആയിട്ട് നശിപ്പിക്കാൻ ഈ T സെൽസിന് അല്ലെങ്കിൽ ഈ ഒരു CAR T സെൽസിന് ഇപ്പോൾ കഴിവ് ലഭിച്ചിരിക്കുകയാണ്. ഇത് വീണ്ടും എന്ത് ചെയ്യുന്നു? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ പേഷ്യൻറ്റിൻ്റെ ശരീരത്തിലേക്ക് തന്നെ വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. About NexCAR19, act like after gene autoleucel. Designed to target cancer cells that carry the CD19 protein. അപ്പോൾ ക്യാൻസർ സെല്ലിൽ CD19 എന്നുള്ള പ്രോട്ടീൻ ഉണ്ട്. ഇതൊരു ബയോമാർക്കറാണ് കേട്ടോ. അപ്പോൾ CD19 ഒരു ബയോമാർക്കറാണ്, ഒരു ഫ്ലാഗാണ്. അത് കാണുമ്പോൾ തന്നെ ക്യാൻസർ സെല്ലാണെന്നുള്ളത്. ആ ഒരു പ്രോട്ടീൻ CD19 പ്രോട്ടീനാണ്. അതൊരു ബയോമാർക്കറാണ്. ക്യാൻസർ സെല്ലിലാണ് ഈ CD19 എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ടാകുന്നത്. അപ്പോൾ ബയോമാർക്കർ എന്താണ്? ഇൻഫർമേഷൻ കൊടുക്കുന്ന പ്രോട്ടീൻ മോളിക്യൂൾസ് ആണ്. അത് ഒരു ബയോളജിക്കൽ പ്രോസസ്സ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നു, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ നമുക്കുണ്ട്, അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ റെസ്പോൺസ് കാണിക്കുന്നു. അതായത് ഇങ്ങനെയുള്ള ആ ഒരു കാറ്റഗറിയിലുള്ള മോളിക്യൂൾസിനെയാണ് ബയോമാർക്കേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ CD19 എന്താ? ആ ക്യാൻസർ സെല്ലിൻ്റെ മുകളിലുണ്ട്. അതുകൊണ്ട് തന്നെ B സെൽസിന് അതിനെ അറ്റാക്ക് ചെയ്യാനും അതൊരു ക്യാൻസർ സെല്ലാണെന്ന് തിരിച്ചറിയാനും സാധിക്കുന്നു.
അപ്പോൾ ഈ NextCAR19 ലുക്കീമിയ ആൻഡ് ബി സെൽ ലിംഫോമാസ് ബ്ലഡ് ക്യാൻസർ ഇതിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ NextCAR19 എന്ന് പറയുന്ന ഈ ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ടി സെൽ എന്തിനാണ് ടാർഗറ്റ് ചെയ്യുന്നത്? ഇതിൽ നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റും പറയാനായിട്ട് സാധിക്കില്ല. ഇവിടെയും ചലഞ്ചസ് ഉണ്ട്. proliferation of CAR T cells leads cytokine release syndrome. അപ്പോൾ ഈ CAR T സെൽസ് ഒരാളുടെ ബോഡിയിൽ ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ സൈറ്റോകൈൻ റിലീസ് സിൻഡ്രോം എന്ന് പറയുന്ന പ്രശ്നം ആ ബോഡിക്കുള്ളിൽ ഉണ്ടാകും. എന്താണ്? അബണ്ടൻസ് റിലീസ് ഓഫ് സൈറ്റോകൈൻസ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം ട്രിഗറിങ് ആൻഡ് ഇൻറ്റൻസിഫൈഡ് ഇമ്മ്യൂൺ സിസ്റ്റം റെസ്പോൺസ്. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇങ്ങനെ വളരെയധികം റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും അല്ലേ, വളരെ സിവിയറായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും. ആവശ്യത്തിന് മാത്രമല്ല, അതിലും കൂടുതലായിട്ട് ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാവും. Cytokines play an important role in normal immune response, but excessive cytokine production causes an immune response that can damage organs, especially the lungs and kidneys, and even lead to death. അപ്പോൾ ഓവറായിട്ട് സൈറ്റോകൈൻ റെസ്പോൺസ് ഉണ്ടായാൽ എന്ത് സംഭവിക്കാം? മരണം വരെ സംഭവിക്കാം. ഓവറായിട്ട് നമുക്ക് ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ലങ്സും കിഡ്നിയും ഒക്കെ ഡാമേജ് ആയി നമുക്ക് മരണം വരെ സംഭവിക്കാം. ഈ സൈറ്റോകൈൻ സ്റ്റോം can occur as a result of an infection, autoimmune condition or other disease. അപ്പോൾ നമ്മുടെ ബോഡിയിൽ സാധാരണയായിട്ട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് കാരണമോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കാരണമോ ഒക്കെ ഈ ഒരു സൈറ്റോകൈൻ കൂടാം. സൈറ്റോകൈൻ സ്റ്റോം നാച്ചുറലി ഉണ്ടാകാം. CAR T സെൽ നമ്മുടെ ബോഡിയിൽ എത്തുന്നത് കൊണ്ട് ന്യൂറോളജിക്കൽ ടോക്സിസിറ്റി ഉണ്ടാവാം. നമ്മൾ ടി സെൽസ് പറഞ്ഞത് കൊണ്ട് WBCയിലേക്ക് ഒന്ന് ഡെപ്തിലേക്ക് പോവുകയാണ്. WBC 5 തരമുണ്ട്. മോണോസൈറ്റ്, ന്യൂട്രോഫിൽ, ലിംഫോസൈറ്റ്, എസ്നോഫിൽ, ബേസോഫിൽ. ഈ കാണുന്ന ലിംഫോസൈറ്റിന് 2 ടൈപ്പ്, ടി സെൽ, ബി സെൽ. അതിൽ ടി സെല്ലിനെ കുറിച്ചാണ് ഈ ടി സെൽ തെറാപ്പിയിൽ നമ്മൾ CAR T സെൽ തെറാപ്പിയിൽ പറഞ്ഞത്. ടി സെൽ ഡയറക്ട്ലി ഫൈറ്റ് വിത്ത് ഫോറിൻ ഇൻവേഡേഴ്സ്. അപ്പോൾ ടി സെല്ല് ഡയറക്റ്റായിട്ട് ക്യാൻസർ സെല്ലിലേക്ക് അല്ലെങ്കിൽ ഫോറിൻ സെൽസിനെതിരെ നമ്മുടെ ബോഡിയിൽ പ്രതിരോധിക്കുന്ന സെല്ലാണ് ടി സെൽ. ഓൾസോ പ്രൊഡ്യൂസ് സൈറ്റോകൈൻസ് ആക്ടിവേറ്റ്സ് അതർ പാർട്ട് ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം. അപ്പോൾ സൈറ്റോകൈൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ട്രിഗർ ചെയ്യുന്നതും ആക്ടിവേറ്റ് അതർ പാർട്ട് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം അതർ പാർട്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതല്ല ഈ ടി സെല്ലാണ്. ബി സെൽ പ്രൊഡ്യൂസസ് ആൻറ്റിബോഡി മോളിക്യൂൾസ്. അപ്പോൾ ഈ ബി സെൽസ് ആണ് ആൻറ്റിബോഡി മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ദാറ്റ് അറ്റാക്ക് ഇൻവേഡിങ് വൈറസ് ഓർ ബാക്ടീരിയ. അപ്പോൾ നമുക്ക് പനിയൊക്കെ വരുമ്പോൾ ഒക്കെ ഈ ആൻറ്റിബോഡീസിന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബി സെല്ലാണ്. ടി സെല്ല് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയാണ് നമുക്ക് തരുന്നത്. പക്ഷേ ബി സെല്ലാണെങ്കിൽ ഒരു ആൻറ്റിജനെ കാണുമ്പോഴുള്ള റെസ്പോൺസ് കാരണം ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ തരത്തിലുള്ള ഇമ്മ്യൂണിറ്റിയാണ് നമുക്ക് തരുന്നത്. അതിനെ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നു. ഇതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് പഠിച്ചു വെക്കുക. ഈ ടി സെൽസ് ഇതായി കാണുന്നതാണ് ടി സെൽസ്. അപ്പോൾ ടി സെല്ല് ബോൺ മാരോ എന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ കൂടി ഇവ തൈമസിൽ ചെന്നാണ് മെച്യൂർ ആവുന്നത്. തൈമസ് ഗ്രന്ഥി അറിയാമല്ലോ, കൊച്ചു കുട്ടികളിൽ മുതൽ ഒരു 12 വയസ്സ് വരെ കാണപ്പെടും. അതിനുശേഷം ഡീജനറേറ്റ് ആയി പോകുന്ന നമ്മുടെ ഉള്ളിലെ ഇമ്മ്യൂണിറ്റി പ്രദാനം ചെയ്യുന്ന ഒരു ഗ്ലാൻഡാണ് തൈമസ് ഗ്ലാൻഡ്. ബി സെൽ പ്രൊഡ്യൂസ് ആൻറ്റിബോഡി മോളിക്യൂൾസ് നമ്മൾ പറഞ്ഞതുപോലെ. CD95 ഒരു ബയോമാർക്കറാണ്. CD95 ഫാസ്റ്റ് റിസപ്റ്റർ അല്ലെങ്കിൽ APO1 റിസപ്റ്റർ എന്ന് അറിയപ്പെടുന്നു. ബയോമാർക്കറാണ് CD95 എന്നുള്ള പോയിന്റ് പ്രധാനമായിട്ടും ഓർത്ത് വയ്ക്കുക. എന്തിനെയാണ് ട്രിഗർ ചെയ്യുന്നത്? അപ്പോപ്റ്റോസിസ് ആണ്, അതായത് പ്രോഗ്രാംഡ് സെൽ ഡെത്ത്. ഇത് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ ആ സെൽ ഡെത്തിലേക്ക് പോകും. കിൽ സ്വിച്ച് ഫോർ ക്യാൻസർ സെൽസ്. സയൻറ്റിസ്റ്റ് ഹാവ് റിപ്പോർട്ടഡ്ലി ഡിസ്കവേർഡ് എ കിൽ സ്വിച്ച് ദാറ്റ് ട്രിഗേഴ്സ് ഡെത്ത് ഓഫ് ക്യാൻസർ സെൽസ്. CD95 റിസപ്റ്ററിൻ്റെ പ്രത്യേകത ഇവിടെയാണ്. ഈ ഒരു റിസപ്റ്റർ ക്യാൻസർ സെല്ലിലേക്ക് സ്വമേധയാ ഡീജനറേറ്റ് ചെയ്ത് പോകാനുള്ള ആ ഒരു സിഗ്നൽ സെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഡൈവേഴ്സ് എപ്പിജനറ്റിക് എപ്പിഡെമോളജി പാർട്ട്ണർഷിപ്പ് പ്രോജക്റ്റ് ഡീപ്പ്. എപ്പിജനറ്റിക്സ് എന്ന് പറഞ്ഞാൽ ജനറ്റിക്കലി നമുക്ക് യാതൊരുവിധ ചേഞ്ചും ഉണ്ടാവില്ല, പക്ഷെ നമ്മുടെ ആ ഒരു പ്രത്യേക ക്യാരക്ടറിന് കുറച്ച് കാലഘട്ടത്തിലേക്ക് കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കാം അല്ലെങ്കിൽ മാറ്റം പ്രകടമാക്കാം. അതായത് നമ്മളൊരു പ്രത്യേക പ്രവൃത്തിയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക എൻവയൺമെൻറ്റിലോ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീനുകൾ ആ ഒരു എൻവയൺമെൻറ്റിനെ സ്യൂട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും പെരുമാറുക. ആ പർട്ടിക്കുലർ ആ ഒരു കാലാവസ്ഥയിൽ നമ്മൾ നിൽക്കുന്നിടത്തോളം കാലം മാത്രമേ ആ ഒരു ബിഹേവിയർ ഉണ്ടാവുള്ളൂ. അതിനുശേഷം അത് ടെമ്പററി ആണ്, അത് പിന്നീട് വീണ്ടും നോർമലിലേക്ക് പോകാം. ഈ ഒരു ജനറ്റിക്കലി അല്ലാത്ത ആ ഒരു ചേഞ്ചിനെയാണ് എപ്പിജനറ്റിക്സ് എന്ന് പറയുന്നത്.
ഇങ്ങനെയുള്ള ബിഹേവിയറിൻ്റെ സ്റ്റഡിയാണ് എപ്പിജെനറ്റിക്സ് എന്ന് പറയുന്നത്. എപ്പിജെനറ്റിക്സ് ഇസ് എ സ്റ്റഡി ഓഫ് ഹൗ യുവർ ബിഹേവിയേഴ്സ് ആൻഡ് എൻവയൺമെൻറ്റ് ക്യാൻ കോസ് ചേഞ്ചസ് ദാറ്റ് അഫക്ട് ദ വേ യുവർ ജീൻസ് വർക്ക്. നമ്മുടെ ജീൻസ് വർക്ക് ചെയ്യുന്നതിൽ ചിലപ്പോൾ ചില ചേഞ്ചസ് വരാം. അത് ടെമ്പററി ആയിരിക്കാം, നമ്മൾ നിൽക്കുന്ന എൻവയൺമെൻറ്റ് കാരണമാകാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വർക്ക് കാരണമാകാം. അപ്പോൾ ടെമ്പററി ആയിട്ട് നമ്മുടെ ആ ഒരു ബിഹേവിയറിൽ ചേഞ്ച് വരാം. പിന്നീട് ആ ഒരു എൻവയൺമെൻറ്റിൽ നമ്മൾ പോകുമ്പോൾ അത് നോർമൽ ആവുകയും ചെയ്യാം. ഇങ്ങനെയുള്ള ഈ ചേഞ്ചസിനെ കുറിച്ച് പഠിക്കുന്നതാണ് എപ്പിജെനറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു DNA സീക്വൻസ് നമ്മുടെ ബോഡി റീഡ് ചെയ്യുന്നതിലുള്ള പ്രത്യേകതയാണിത്. എൻവയൺമെൻറ്റിനനുസരിച്ച് ആ ഒരു DNA സീക്വൻസ് നമ്മളെ ബോഡി റീഡ് ചെയ്യുന്നു. അപ്പോൾ അതനുസരിച്ച് മാറ്റം സംഭവിക്കുന്നു. ഈ ഒരു ദീപ് പ്രോജക്റ്റ് നയിക്കുന്ന ആരാണ്? ഇതൊരു 5 ഇയർ പ്രോജക്റ്റാണ് നയിക്കുന്നത്. റിസർച്ചേഴ്സ് അറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിസ്റ്റൺ, ലണ്ടൻ ആൻഡ് CSIR CCMB ഇൻ ഇന്ത്യ. CSIRനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻ്ററാണ്. അതിൻ്റെ ഹെഡ് ആരാണ്? നമ്മുടെ പ്രൈം മിനിസ്റ്ററാണ്. ഇത് എന്തിനാണ് ഈ ഒരു ദീപ് പ്രോജക്റ്റ്? കാര്യം ഏറ്റവും കൂടുതൽ ജനറ്റിക് സ്റ്റഡി നടന്നിരിക്കുന്നത് വൈറ്റ് പീപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ. അപ്പോൾ അണ്ടർ റെപ്രസെൻറ്റഡ് ആയിട്ടുള്ള ഇന്ത്യ പോലുള്ള ആഫ്രിക്ക പോലുള്ള ആൾക്കാരുടെ ഈ ഒരു ജനറ്റിക്സ് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് ആ ഒരു ജനറ്റിക് ട്രേറ്റ്സും കാര്യങ്ങളൊക്കെ പഠിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ദീപ് പ്രോജക്റ്റ്. എപ്പിജെനറ്റിക് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് DNA മീഥൈലേഷനാണ്. അതായത് നമ്മൾ DNA ഗ്രൂപ്പിൻ്റെ ഇടയ്ക്ക് ഈ മീഥൈൽ ഗ്രൂപ്പിൻ്റെ അഡീഷനാണ്. അപ്പോൾ ഇത് ഒരുപാടായിക്കഴിഞ്ഞാൽ ജീൻ സൈലൻസിങ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകാം. ഹൈ ലെവൽസ് ഓഫ് DNA മീഥൈലേഷൻ ക്യാൻ ലീഡ് ടു ജീൻ സൈലൻസിങ്. ആ പർട്ടിക്കുലർ ജീനിൻ്റെ പ്രവർത്തനം നിന്ന് പോകുന്നു. നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും എഫക്റ്റ് ചെയ്യാം. ഒരുപാട് മീഥൈൽ മോളിക്യൂൾസ് നമ്മുടെ DNA അറ്റാച്ച് ചെയ്യപ്പെട്ടാൽ നമുക്ക് ചിലപ്പോൾ ആവശ്യമുള്ള പല ജീനും സൈലൻസ് ചെയ്യപ്പെടാം. അത് നമുക്ക് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. പക്ഷേ ജീൻ സൈലൻസിങ് തെറാപ്പി സ്ട്രീമിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പർട്ടിക്കുലർ അസുഖം ഉണ്ടാക്കുന്ന ജീനിനെ സൈലൻസ് ചെയ്യാനായിട്ട് ഈ ഒരു ജീൻ സൈലൻസിങ് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ അസുഖം ഉണ്ടാക്കുന്ന ജീൻ നമ്മളെ ബോഡിയിൽ ഉണ്ടെങ്കിൽ പോലും അത് പ്രകടമായിട്ട് പുറത്ത് വരില്ല. ബോഡിയിൽ അസുഖമോ അൺവാണ്ടഡ് ഡിഫക്റ്റോ ഉണ്ടാക്കാവുന്ന ആ മെസ്സേജ് ഉണ്ടാക്കുന്ന ജീനിനെ നമ്മളൊരു കുറച്ച് കാലത്തേക്ക് ടെമ്പററി ആയിട്ട് സൈലൻസ് ചെയ്യാണ്, ടെമ്പററി ആയിട്ട് ബ്ലോക്ക് ചെയ്യാണ്. ഇതാണ് ജീൻ സൈലൻസിങ്. ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഇസ് ഗർഭിണി ഇനിഷ്യേറ്റീവ്. ഗർഭിണി ഇനിഷ്യേറ്റീവ് ഇസ് അണ്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി. അപ്പോൾ ഗർഭിണി ഇനിഷ്യേറ്റീവിൽ വർക്ക് ചെയ്ത സയൻറ്റിസ്റ്റുകൾ ഒരു പുതിയ ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ദേ ഹാവ് ഐഡൻറ്റിഫൈഡ് സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം ഓർ ജനറ്റിക് മാർക്കേഴ്സ് ദാറ്റ് ഹാവ് ബീൻ അസോസിയേറ്റഡ് വിത്ത് പ്രീ ടേം ഓർ പ്രിമച്വർ ബർത്ത്. അപ്പോൾ ഈ മാസം തികയാതെ പ്രസവിക്കുന്ന ആ ഒരു അവസ്ഥയ്ക്ക് പുറകിലുള്ള റീസൺ അവർ കണ്ടുപിടിച്ചിരിക്കുകയാണ്. എന്താണ് റീസൺ? സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം എന്നാണ് അതിനെ പറയുന്നത്, ഓർ ജനറ്റിക് മാർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ DNA സീക്വൻസിൽ നോർമൽ സീക്വൻസിൽ ഒരു ന്യൂക്ലിയോടൈഡിനായിരിക്കും പ്രശ്നം. അത് ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും ആ ഒരു പ്രത്യേക കണ്ടീഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ജനറ്റിക് മാർക്കേഴ്സ് എന്താണ്? ജനറ്റിക് മാർക്കേഴ്സും ബയോ മാർക്കേഴ്സും ഡിഫറൻ്റ് ആണ്. ജനറ്റിക് മാർക്കേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു സ്പെസിഫിക് DNA സീക്വൻസിലുള്ള ആ ഒരു പ്രത്യേകതയാണ് ജനറ്റിക് മാർക്കേഴ്സ് എന്ന് പറയുന്നത്. ബയോ മാർക്കേഴ്സ് എന്ന് പറയുമ്പോൾ അതൊരു മോളിക്യൂൾ ആവാം, പ്രോട്ടീൻ മോളിക്യൂൾ ആവാം, എന്ത് വേണോ ആവാം ബയോ മാർക്കേഴ്സ്. Genetic markers can be defined as specific DNA sequence with a known location on a chromosome and are essential tools for linkage and association studies. ഇപ്പോൾ ജനറ്റിക് മാർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ DNA-യിലുള്ളതാണ്. അത് എവിടെയാണുള്ളത് പൊസിഷൻ പോലും കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നു. ക്രോമസോമിൽ എവിടെയാണെന്നുള്ളത് അറിയാൻ പറ്റുന്നു. അത് നമ്മുടെ ആ ഒരു ഡിസീസ് കണ്ടീഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രത്യേക നമുക്ക് സ്റ്റഡീസിന് ആവശ്യമായിട്ടുള്ള ആ ഒരു പർപ്പസിന് യൂസ് ചെയ്യാവുന്നതാണ് ജനറ്റിക് മാർക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം ആണ് 90% ഹ്യൂമൻ ജനറ്റിക് വേരിയേഷന് കാരണം എന്നാണ് പറയുന്നത്. അത് മ്യൂട്ടേഷനുമായിട്ട് ഡിഫറൻ്റ് ആണ് കേട്ടോ. ഈ സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്. സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം എന്ന് പറയുമ്പോൾ ഒരൊറ്റ ന്യൂക്ലിയോടൈഡിനായിരിക്കും പ്രശ്നം. പക്ഷേ മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ ആ കംപ്ലീറ്റ് ജീനും മാറിപ്പോകുന്ന അവസ്ഥയാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ആ ഒരു കംപ്ലീറ്റ് ബിഹേവിയർ, ആ ഒരു ട്രേറ്റ്, ആ ഒരു സ്വഭാവം മൊത്തത്തിൽ മാറണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്കിൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ കംപ്ലീറ്റ് മാറിപ്പോകുന്നതാണ് മ്യൂട്ടേഷൻ. ഓക്കെ, അത് ആ ഒരു സീക്വൻസിലെ ഒരു ന്യൂക്ലിയോടൈഡിന് മാത്രം പ്രശ്നം വരുന്നതാണ് സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം. ഈ ഒരു ഫിഗർ നോക്കിക്കേ. ഇവിടെ അഡിനോസിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ എന്നാണ് ആദ്യത്തേൽ വന്നിരിക്കുന്നത്. ബാക്കി എല്ലാത്തിലും കണ്ടോ വീണ്ടും അഡിനോസിൻ. ഇവിടെ അഡിനോസിൻ വരേണ്ട സ്ഥാനത്ത് തൈമിനാണ് വന്നിരിക്കുന്നത്. അഡിനോസിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ എന്ന് പറയുന്ന 4 ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട്. അതിൽ അഡിനോസിൻ വരേണ്ട സ്ഥാനത്ത് കണ്ടോ തൈമിനാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഈ ഒരു പോളിമോർഫിസം എന്ന് പറയുന്നത്. ആ ഒരു ഒറ്റ ന്യൂക്ലിയോടൈഡിനാണ് പ്രശ്നം. പക്ഷേ ഒരു ജനറ്റിക് മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും
ഒരു മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ജീൻ സീക്വൻസ് മാറും, പക്ഷേ ഇവിടെ ഒറ്റ ന്യൂക്ലിയോടൈഡ്, ഈ ഒരു ഒറ്റ ന്യൂക്ലിയോടൈഡിന് മാത്രമേ പ്രശ്നമുള്ളൂ ആസ് കമ്പയർഡ് ടു ദിസ്. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബയോടെക്നോളജി ഫുൾ കറണ്ട് അഫയേഴ്സും ഈ ഒരു സെഷനിൽ നമ്മൾ പഠിച്ചിരിക്കുകയാണ്. ഏറ്റവും നന്നായിട്ട് നോക്കി പോവുക. എപ്പോഴും കറണ്ട് അഫയേഴ്സ് സ്റ്റാറ്റിക്കായിട്ട്, എപ്പോഴും സയൻസ് ആൻഡ് ടെക് കറണ്ട് അഫയേഴ്സ് PYQ. അപ്പോൾ ബയോടെക്നോളജി ഏരിയ കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു അപ്പോൾ ബയോടെക്നോളജി കംപ്ലീറ്റ്. So we have completed biotechnology part current affairs. So നമ്മൾ ബയോടെക്നോളജി കറണ്ട് അഫയേഴ്സ് പാർട്ട് നമ്മുടെ ബയോടെക്നോളജി കറണ്ട് അഫയേഴ്സ് പാർട്ട് ഇവിടെ തീർന്നിരിക്കുകയാണ്. UPSC 2026 സിവിൽ സർവീസ് എക്സാമിനേഷൻ ടാർഗറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുത്തിയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.